നെഹമ്യാവിനൊരു വാർത്ത ലഭിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, യെരൂശലേം മുഴുവനും തകർക്കപ്പെട്ട് കിടക്കുകയാണെന്നും അവിടെയുള്ള സാഹചര്യങ്ങൾ വളരെ മോശമാണെന്നും ജനങ്ങൾ മുഴുവനും കഷ്ടതയിലായിരിക്കുന്നുവെന്നും യെരൂശലേമിന്റെ ചുറ്റുമുള്ള മതിലുകൾ തകർക്കപ്പെട്ട് കിടക്കുന്നുവെന്നും യെരൂശലേമിലുണ്ടായിരുന്ന ആലയവും തീവന്ത് കിടക്കുന്നുവെന്നും ഈ കാര്യങ്ങളെല്ലാം തനിക്ക് ഇൻഫർമേഷൻ ലഭിച്ചു. അങ്ങനെ ലഭിച്ചപ്പോൾ അതിനെനിക്കെന്താണെന്ന് വിചാരിക്കാതെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്ന പട്ടണമായി വിളിക്കപ്പെടുന്നതായ യെരൂശലേമിനെക്കുറിച്ച് 3-4 ദിവസം കണ്ണുനീരോടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തോട് അപേക്ഷിച്ചു. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ ഒരുപാട് സ്നേഹിക്കുന്ന പട്ടണമായ യെരൂശലേം തകർക്കപ്പെട്ട് കിടക്കുന്നു. അതിന്റെ മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തകർന്നും കിടക്കുന്നു. കർത്താവേ, ആ പട്ടണത്തെ നീ ഉദ്ധരിക്കണമേ, അതിനെ കെട്ടേണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം നെഹമ്യാവിനോട് സംസാരിച്ചു. പട്ടണങ്ങൾ നിർമ്മിക്കാൻ പറയുന്നു, മതിലുകൾ, തകർക്കപ്പെട്ട മതിലുകൾ പണിയാൻ പറയുകയാണ്. നെഹമ്യാവേ, അങ്ങനെ നിർമ്മിക്കുവാനായി, മതിലുകൾ നിർമ്മിക്കുവാനായിട്ട്, അതിൻ്റെ വാതിലുകൾ നിർമ്മിക്കാനായി നീയല്ലാതെ മറ്റാരും തന്നെ എനിക്ക് ഇല്ലല്ലോ. കർത്താവേ, ഞാൻ രാജാവിൻ്റെ കീഴിൽ വളരെ വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നവനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ജോലിയാണ്. ഇതെനിക്ക് ഉപേക്ഷിച്ച് കളയുവാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ രാജാവിനോട് അപേക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ ജീവൻ പോലും പോയേക്കാം. അപ്പോൾ എൻ്റെ ജോലിയിൽ ഞാൻ മുൻപോട്ട് പോകേണ്ടതല്ലയോ? നെഹമ്യാവേ, ആ ജോലി തന്നത് ഞാനാണ്. ഇപ്പോഴാ ജോലിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട്, ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വേലയ്ക്ക് വേണ്ടി വരുവാനായി വിളിക്കുകയാണ്. എൻ്റെ വാക്കാണോ പ്രധാനം, അതോ നിന്റെ ജോലിക്കാണോ നീ പ്രാധാന്യം കൊടുക്കുന്നത്? കർത്താവ്, നിന്റെ വാക്കാണ് വലുത്, നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. എങ്കിൽ പുറപ്പെടുക, യെരൂശലേം പട്ടണത്തിലേക്ക് പുറപ്പെടൂ. കർത്താവേ, രാജാവ് എനിക്ക് അനുവാദം നൽകുവാൻ രാജാവിൻ്റെ മനസ്സിനെ നീ മാറ്റണമേ. ദൈവം രാജാവിൻ്റെ മനസ്സിനെ മാറ്റി. നെഹമ്യാവ് തനിക്കുണ്ടായിരിക്കുന്നതായ ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരത്തെ രാജാവിനോട് പങ്കുവച്ചപ്പോൾ രാജാവ് ചോദിച്ചു, നെഹമ്യാവേ, നിന്റെ പട്ടണത്തെ, നിന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തെ പണിയുവാനായിട്ട് നീ പോവുകയാണല്ലോ, നീ പോവുക. അത് മാത്രമല്ല രാജാവേ, ആ പട്ടണം നിർമ്മിക്കുവാൻ, മതിലുകളും കഥകളും നിർമ്മിക്കാൻ എനിക്ക് കുറച്ച് തടി ആവശ്യമാണ്. അതിനാവശ്യമുള്ളതായ മരം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കാട്ടിൽ നിന്നും കുറച്ച് മരം ഞാൻ മുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനെന്താണ് മുറിക്കുമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നീ ചെന്ന് അവിടെ ജോലി ചെയ്യുകയാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നിനക്ക് സെക്യൂരിറ്റിയും ആവശ്യമാണല്ലോ. നീ ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിസന്ധിയും തടസ്സവും കൂടാതെ. അതുകൊണ്ട് നിന്റെ രാജ്യത്തിൽ ഞാൻ നിന്നെ ഗവർണറാക്കി നിയമിക്കുന്നു. നിനക്ക് ഞാൻ സെക്യൂരിറ്റിയെയും അയക്കുകയാണ്. നിനക്കാവശ്യമുള്ള സാധനങ്ങളും ഞാൻ നിന്നോടൊപ്പം അയക്കുകയാണ്. നീ പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് നെഹമ്യാവിനെ ആ രാജാവ് അയച്ചു. പ്രിയ സഹോദരി, സഹോദരന്മാരെ, ദൈവം നിന്നെ ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് പൂർത്തിയാക്കേണ്ടതിന് വേണ്ടിയുള്ളതായ സകല കാര്യങ്ങളും ഒരുക്കങ്ങളും ദൈവം ചെയ്തു തരുമെന്ന് മറക്കരുത്. നീ നിന്റെ മകളുടെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മകളുടെ വിവാഹകാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്റെ മകൾക്ക് എങ്ങനെയുള്ള ഒരു ബന്ധമാണ് വേണ്ടത്, എങ്ങനെയുള്ള പയ്യനായിരിക്കണം, അവനെന്ത് വിദ്യാഭ്യാസമുണ്ടായിരിക്കണം, അവനെങ്ങനെയുള്ള ആത്മീയ ജീവിതം ഉണ്ടായിരിക്കണം, ഇവ എല്ലാം തന്നെ ദൈവം ആദ്യം തന്നെ തീരുമാനിച്ചു വച്ചിരിക്കുന്നു. നീ എന്താണ് ചെയ്യേണ്ടത്? നീ പറയണം, കർത്താവേ, നിന്റെ ഹിതപ്രകാരം എൻ്റെ മകളുടെ വിവാഹം നടത്തണമേ. പ്രിയ അനുജന്മാരെ, അനുജത്തിമാരെ, വിവാഹപ്രായമാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കർത്താവേ, നിന്റെ ഹിതപ്രകാരം തന്നെ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിശ്ചയമായിട്ടും നീ ജനിച്ചപ്പോൾ തന്നെ നിനക്ക് വരേണ്ടിയിരിക്കുന്ന പങ്കാളിയെയും അവൻ ഒരുക്കി വച്ചിട്ടുണ്ട്. മറക്കരുത്. ദൈവം നിനക്ക് ജ്ഞാനം നൽകിയിരിക്കുമ്പോൾ, നീ പഠിക്കുമ്പോൾ നിനക്ക് ലഭിക്കേണ്ടതായ ജോലിയും എവിടെയോ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന കാര്യം മറന്നുപോകരുത്. ഒരു ഒട്ടകവും അതുപോലെ ഒരു ഒട്ടകത്തിൻ്റെ കുട്ടിയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ചെറിയ ഒട്ടകം തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മാ, നിന്റെ നടുവിൻ്റെ മേൽ വലിയൊരു മുഴയുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറയുകയാണ്, നമ്മൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് പോകുമല്ലോ, അവിടെ നമുക്ക് ആഹാരത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതായ ആഹാരത്തിൽ കുറേ കൊഴുപ്പായിട്ട് രൂപം പ്രാപിച്ച് ആ മുഴയായിട്ട് കാണുന്ന ഒരു ഹമ്പ് പോലെ കാണുന്നതായ ഭാഗമുണ്ടല്ലോ, അതിൽ കൊഴുപ്പ് നമ്മൾ കൂട്ടിവച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ചില സന്ദർഭങ്ങളിൽ 2-3 ആഴ്ചകളിലൊക്കെ ആഹാരമില്ലാതെ നമുക്ക് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യേണ്ടി വരും.
അങ്ങനെ ആഹാരം ലഭിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായ ആ കൊഴുപ്പ് അലിഞ്ഞലിഞ്ഞ് നമുക്ക് വിശപ്പില്ലാതിരിക്കുകയും നമുക്ക് ആരോഗ്യമുണ്ടാവുകയും ചെയ്യും. ശരിയമ്മേ, പിന്നെന്തിനാണ് നമുക്ക് ഇത്ര വലിയ വയറുള്ളത്? എന്തുകൊണ്ടെന്നാൽ മരുഭൂമിയിൽ കൂടി നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ അവിടെ വെള്ളം ലഭിക്കാത്തതുകൊണ്ട് 2-3 ആഴ്ചകൾ നമുക്ക് വെള്ളം പോലും കുടിക്കാതെ ജീവിക്കേണ്ടതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയും. അതിന് വെള്ളം കുടിക്കേണ്ടത് ആവശ്യമായ വലിയ വയർ തന്നിട്ടുണ്ട്. അമ്മേ, ദൈവം എന്തിനാണ് നീളമുള്ള കാലുകൾ തന്നതെന്ന് ചോദിച്ചപ്പോൾ, മരുഭൂമി മുഴുവനും മണൽ കൊണ്ട് നിറഞ്ഞതാണല്ലോ. വേനൽക്കാലത്ത് ആ മണലിൽ നിന്നും വലിയ ചൂടുണ്ടാകും. ആ ചൂട് നമ്മുടെ ശരീരത്തിലടിച്ചാൽ ശരീരം ക്ഷീണിച്ചു പോകും. അങ്ങനെ ശരീരത്തിന് ആ ചൂട് അടിക്കാതിരിക്കാൻ ദൈവം നമുക്ക് വേണ്ടി നീളമുള്ള കാലുകൾ തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് നീളമുള്ള കാലുകൾ തന്നിരിക്കുന്നത്. ആ മണലിന്റെ ചൂട് ശരീരത്തിലേക്ക് അടിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് പോളയുണ്ടല്ലോ. പോളയുടെ മുകളിൽ നീളമുള്ളതായ മുടികൾ എന്തിനാണ് തന്നതെന്ന് ചോദിച്ചപ്പോൾ, മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ മണൽക്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കാറ്റടിക്കുന്ന സമയത്ത് മണലുകൾ നമ്മുടെ കണ്ണിൻ്റെ മുകളിലേക്ക് വന്നു വീഴാറുണ്ട്. അപ്പോൾ മണൽ കണ്ണിൽ വീഴാതിരിക്കാനാണ് നീളമുള്ള പീലികൾ തന്നത്. അമ്മയെ, അതായത് ദൈവം നമ്മെ സൃഷ്ടിച്ചതായ സമയത്ത് നമ്മൾ എവിടെയാണ് നിവസിക്കേണ്ടതെന്നും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം പണി ചെയ്യണമെന്നുമൊക്കെ ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നോ? അറിയാം മകനെ. അതുകൊണ്ടാണ് നമ്മെ മരുഭൂമിയിലെ കപ്പലെന്ന് വിളിക്കുന്നത്. നമ്മൾ മരുഭൂമിയിൽ കൂടി നടക്കുന്നത് പോലെ, മരുഭൂമിയിൽ കൂടി ചുമടുകൾ വഹിക്കുന്നത് പോലെ, മരുഭൂമിയെ അതിജീവിച്ച് ജീവിക്കുന്നത് പോലെ ഭൂമിയിൽ ഒരു ജീവിയും ജീവിക്കുകയില്ല. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചതായ സമയത്ത് തന്നെ മരുഭൂമിയിൽ കൂടി ജീവിക്കുവാൻ, മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുവാൻ, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ പ്രത്യേകമായി സൃഷ്ടിച്ചത്. അത് കേട്ടപ്പോൾ ചെറിയ ഒട്ടകം ചോദിക്കുകയാണ്, നമ്മൾ മരുഭൂമിയിൽ തന്നെ ജീവിക്കുവാൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ, അതിന് അനുസരിച്ചുള്ളതായ ശരീരം നമുക്ക് തന്നിരിക്കുന്നുവെങ്കിൽ നമ്മളെന്തിനാണ് സൂ പാർക്കിലായിരിക്കുന്നതെന്ന് ചോദിച്ചു. ഏത് പാർക്കിലാണിപ്പോൾ? സൂ പാർക്കിലായിരിക്കുന്നു. അപ്പോഴാ അമ്മയൊട്ടകം പറയാണ്, നമ്മുടെ വിധിയെന്നല്ലാതെ എന്തു പറയാം, ഇവരുടെ കയ്യിൽ നമ്മൾ അകപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മളെ ഇവിടെ ബന്ധിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഒട്ടകത്തെ ദൈവം സൃഷ്ടിച്ചതായ സമയത്ത് അത് എവിടെ നിവസിക്കണമെന്നും ഏത് പണി ചെയ്യണമെന്നും എന്തെല്ലാം പ്രത്യേകതകൾ അതിന് ഉണ്ടായിരിക്കണമെന്നും മനസ്സിലാക്കി അതിനാവശ്യമായ ശരീരമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നീ ഏത് വീട്ടിൽ ജനിക്കണം, ഏത് അമ്മയിൽ നിന്ന് അപ്പനിൽ നിന്ന് ജനിക്കണം, എങ്ങനെയുള്ള ജീവിതം നയിക്കണം, ഏത് നീ പഠിക്കണം, അങ്ങനെ സകല രീതിയിലും നീ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് എല്ലാ വ്യക്തികൾക്കും മാതൃകയായിട്ട് നന്നായിട്ട് ജീവിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവം നിനക്ക് ജന്മം തന്നിരിക്കുന്നത്. അതിനുവേണ്ടി സകലതും അവൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസം ദൈവം നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിക്ക് അനുസരണമായിട്ട് നിനക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങളൊന്നും തന്നെ നീ പ്രാപിച്ചെടുക്കുന്നില്ല എങ്കിൽ നീ അകപ്പെട്ടു പോയിരിക്കുന്നു. ആരുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്? ആ ഒട്ടകം സൂപ്പാർക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. നീ പിശാചിന്റെ കയ്യിലും. ആ പിശാച് എന്താണ് ചെയ്തത്? നിന്നെ കൊണ്ടുപോയിട്ട് ഏതോ ഒരു പാപത്തിൽപ്പെടുത്തി ബന്ധിച്ചിരിക്കുന്നു. ഏതോ ഒരു ദുശീലത്തിൽ നിന്നെ അകപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്താണോ നിന്റെ ജീവിതത്തിലുള്ളത് അത് നിറവേറാതെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നീ പ്രാപിച്ചെടുക്കാതെ, ദൈവം ആയിരിക്കാൻ പറഞ്ഞതായ സ്ഥലത്തായിരിക്കാതെ, ദൈവം നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതായ അനുഗ്രഹങ്ങൾ നീ പ്രാപിക്കാതെ നീ എവിടെയോ പിശാചിന്റെ കയ്യിലകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ വ്യർത്ഥമായ ജീവിതം നയിക്കുകയാണ്. ശരിയായ ആഹാരമില്ലാതെ, ശരിയായ ഒരു പാർപ്പിടം നിനക്കില്ലാതെ, ശരീരത്തിൽ നല്ല ആരോഗ്യമില്ലാതെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുവാൻ പോലും കഴിയാതെ ജീവിക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുവാൻ പാടില്ലാത്ത പല തെറ്റുകളും ചെയ്തിരിക്കുന്നു. ചില തെറ്റായ ചുവടുകൾ നീ വെച്ചിരിക്കുന്നു. തെറ്റായ തീരുമാനങ്ങൾ നീ എടുത്തിരിക്കാം. അല്ലെങ്കിൽ നിന്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട്, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാം. ഒരുപാട് നഷ്ടമുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇന്ന് നീ അനേകം പ്രശ്നങ്ങളുടെ നടുവിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ, പ്രിയ സഹോദര സഹോദരി കേൾക്കുക, ഉന്നതമായ ഉദ്ദേശം കൊണ്ടാണ് നിന്നെ അവൻ സൃഷ്ടിച്ചത്. ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവരെ ആദ്യമേ സൃഷ്ടിച്ചില്ല. പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ശേഷം ആകാശവും നക്ഷത്രങ്ങളും സൂര്യനെയും ചന്ദ്രനെയും വൃക്ഷങ്ങളെയും ചെടികളെയും വെള്ളത്തെയും ഈ ഭൂമിയിൽ ഫലം നൽകുന്നതായ നല്ല നല്ല വൃക്ഷങ്ങളെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം, മനോഹരമായ ഏദൻ തോട്ടവും സൃഷ്ടിച്ചതിന് ശേഷം അവസാനം ആരെയാണ് സൃഷ്ടിച്ചതെന്നറിയാമോ? പറയുക. ആദമിനെയും ഹവ്വയെയും അവസാനമായിട്ട് സൃഷ്ടിച്ചു. കാരണം അറിയാമോ? ഇവരാണല്ലോ ഈ സൃഷ്ടിക്ക് എല്ലാത്തിനും അടിസ്ഥാനമായത്. മാനവരാശിയില്ല എങ്കിൽ ഈ സൃഷ്ടിക്ക് എന്താണ് അടിസ്ഥാനം? പറയുക. അതായത് ദൈവം മനുഷ്യനു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ശേഷം അവസാനം ആരെയാണ് സൃഷ്ടിച്ചത്?
ആദമിനെ ഹൗവയെയും സൃഷ്ടിച്ചു ആ ഏദൻ തോട്ടത്തിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ സൂര്യൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, ചന്ദ്രൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സകലതും നിങ്ങളുടെ കാൽച്ചൂട്ടിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ദയവിച്ചത് ശ്രദ്ധിക്കുക, നമ്മൾ വസ്ത്രം ധരിക്കുമല്ലോ, ആ വസ്ത്രം എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചത്? അത് ഭൂമിയിൽ നിന്നാണ്. പ്രിയ സഹോദരിമാരെ, നിങ്ങളിൽ ചിലർ സ്വർണം ധരിച്ചിട്ടുണ്ടല്ലോ, ആ സ്വർണം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭൂമിയിൽ നിന്നാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. ഇന്ന് നിനക്ക് ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സകലതും എവിടെ നിന്ന് കിട്ടുന്നു? ഭൂമിയിൽ നിന്ന് കിട്ടുന്നു. ഇരുമ്പ് എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ നിന്നാണ് വന്നത്. വെങ്കലം എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ നിന്ന് വന്നു. ചെമ്പ് എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ നിന്ന് വന്നു. സ്വർണം എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ നിന്ന് വന്നു. വെള്ളി എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ നിന്ന് വന്നു. രത്നങ്ങൾ എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ നിന്ന് വന്നു. നിനക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം തന്നെ ദൈവം എന്തു ചെയ്തെന്നറിയാമോ? അത് നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നിന്നെ സൃഷ്ടിച്ച് നീ അത് അനുഭവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അനുസരണക്കേട് കാട്ടി. ദൈവം പറഞ്ഞതൊന്ന്, മനുഷ്യൻ ചെയ്തത് മറ്റൊന്ന്. എല്ലാം തിന്നുക, ഒരു പഴം മാത്രം തിന്നുകയെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്ന് തിന്നാതെ ആ ഒരു പഴം മാത്രം തിന്നു. കൽപ്പനയുടെ ലംഘനം പാപമാകുന്നു. മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം സ്വന്തം കൈകൊണ്ട് മനുഷ്യൻ വരുത്തിവെച്ചു. എന്തുകൊണ്ടാണ് മരണം വരുത്തിവെച്ചത്? ദൈവം പറഞ്ഞതൊന്ന്, അതുപോലെ മനുഷ്യൻ ചെയ്തത് മറ്റൊന്ന്. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക്, കണ്ണുനീരിന്, രോഗത്തിന്, ദുഃഖത്തിന്, ഞെരുക്കത്തിനെല്ലാം പ്രധാനമായ കാരണം, പ്രിയ മക്കളെ കേൾക്കുക, എവിടെയോ വഴിതെറ്റിയിരിക്കുന്നു. എവിടെയോ ദൈവത്തിന് എതിരായിട്ടുള്ള തീരുമാനം നീ എടുത്തിരിക്കുന്നുണ്ട്. എവിടെയോ ദൈവത്തിനെതിരായിട്ട് നീ പ്രവർത്തിക്കുവാനിടയായി. എവിടെയോ നിന്റെ ജീവിതത്തിൽ വഴിതെറ്റിരിക്കുന്നു, വഴുതി വീണിരിക്കുന്നു. ഫലമായി ഇന്ന് നിന്റെ ജീവിതം തകർന്നു പോയിരിക്കുകയാണ്. എന്നിരുന്നാലും നീ ദൈവത്തെ വിട്ട് അകന്ന് വഴിതെറ്റിപ്പോയി യാതൊരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുവാനിടയായില്ല. അതുകൊണ്ട് എന്തു ചെയ്തു? നമ്മെ അന്വേഷിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു. നീ വഴിതെറ്റിപ്പോയപ്പോൾ, ദൈവത്തെ വിട്ട് അകന്നു പോയപ്പോൾ നിന്റെ ജീവിതം നീ അനുഭവിക്കുക എന്ന് ദൈവം പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവൻ നിന്നെ തന്റെ സ്വരൂപത്തിലും നിന്റെ സാദൃശ്യത്തിലും സ്നേഹത്തോടെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വഴിതെറ്റിപ്പോകുമ്പോൾ, ദൈവത്തെ വിട്ട് അകന്നു പോകുമ്പോൾ, പൊട്ടിപ്പോയ പട്ടത്തെപ്പോലെ നമ്മൾ പാറിപ്പോകുമ്പോൾ, ദൈവം നമ്മോട് കരുണ കാട്ടി നമ്മൾ വീണുകിടക്കുന്ന ഇടത്തേക്ക് വന്നു. നമ്മെ തിരഞ്ഞുകൊണ്ട് അവൻ വന്നു. ഇന്നൊരു പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നീ അകന്നു പോയിട്ട് ദൈവത്തിന് പിടികൊടുക്കാതെ നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സഹോദരങ്ങളെ, ദയവ് ചെയ്ത് ഇന്ന് നിങ്ങളുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുക. യേശുക്രിസ്തുവിനെ വിട്ട് അകന്നുകൊണ്ട്, അവൻ്റെ സ്നേഹത്തെ വിട്ട് അകന്നുകൊണ്ട്, അവൻ്റെ അനുഗ്രഹത്തെ വിട്ട് അകന്നുകൊണ്ട്, അവൻ്റെ സന്നിധിയെ വിട്ട് അകന്നുകൊണ്ട്, അവൻ്റെ ക്ഷമയെ വിട്ട് അകന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊന്നും നേടിയെടുക്കുവാനായിട്ട് കഴിയുകയേയില്ല. എന്നെ പിരിഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. യഹോവയുടെ അനുവാദം കൂടാതെ ആഹാരം കഴിക്കാൻ കഴിയുന്നവൻ ആരാണ് എന്ന് ബൈബിളിൽ പറയുന്നു. അതുകൊണ്ട് മനസ്സിലാക്കണം പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്കെന്താണോ ആവശ്യമുള്ളത് അത് ദൈവം ആദ്യം തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ സകലതും ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതവാനായ ദൈവമാണവൻ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് നീ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ പ്രശ്നം ഇതാണ്, എൻ്റെ ജീവിതത്തിലെ കഷ്ടത ഇതാണ്, എനിക്കൊരു വിടുതൽ ലഭിക്കുന്നില്ല, എനിക്കൊരു പരിഹാരവും കാണുവാൻ കഴിയുന്നില്ല, എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയുവാൻ കഴിയുന്നില്ല, എന്തു ചെയ്യണം, എവിടേക്ക് തിരിയണമെന്ന് മനസ്സിലാക്കുന്നില്ല. കർത്താവ് എന്നോട് കരുണ കാട്ടണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മരുഭൂമിയുടെ നടുവിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്ന ദൈവമാണ്. നിർജ്ജന പ്രദേശത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി നീരുറവകൾ ഒഴുക്കുന്ന ദൈവമാണ്. അവൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പുതിയ കാര്യങ്ങളെ ചെയ്യും. അതുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് വരണം. അതുകൊണ്ടാണ് നെഹമ്യാവ് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാജാവിനോട് പറയുകയാണ്, രാജാവേ, എനിക്ക് എൻ്റെ ദേശത്തേക്ക് പോകേണ്ടത് ആവശ്യമാണ്. അവിടെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം തകർന്നു കിടക്കുന്നു, അതിനെ എനിക്ക് നിർമ്മിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇങ്ങനെ രാജാവിനോട് പറഞ്ഞാൽ രാജാവ് അനുവാദം തരുമോ, അല്ലെങ്കിൽ എന്നെ കൊന്നുകളഞ്ഞേക്കുമോ? രണ്ടാമതായി, ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് എന്താണ് ചെയ്യുവാനായിട്ട് കഴിയുന്നത്? അവിടെ പണികൾ ചെയ്യേണ്ടതിനാവശ്യമായ മരമില്ലാതെ, വാതിലുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ തടികൾ ഇല്ലാതെ ഞാൻ വെറും കൈയോടെ പോവുകയാണെങ്കിൽ, എന്നോടൊപ്പം ഒരു സാധനവും കൊണ്ടുപോകാതിരുന്നാൽ, വെറും കൈയോടെ ചെന്നിട്ട് വരൂ നമുക്ക് പണിയാമെന്ന് പറഞ്ഞാൽ ആരായിരിക്കും എന്നെ സഹായിക്കാൻ വരുന്നത്? അതുപോലെ എന്തധികാരത്തിൻ്റെ ബലത്തിലാണ് ഞാൻ അവിടെ ചെന്ന് നിർമ്മാണം ആരംഭിക്കുന്നത്? അങ്ങനെ ആരംഭിച്ചാൽ ആരാണ് എന്നെ അംഗീകരിക്കുന്നത്? നെഹമ്യാവേ, ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഞാൻ ആദ്യം തന്നെ ഉത്തരം ഒരുക്കി വച്ചിരിക്കുന്നു. നീ ചെന്നിട്ട് രാജാവിനോട് സംസാരിക്കൂ, രാജാവ് സമ്മതിക്കും. സത്യമായി സമ്മതിക്കുമോ? വേണമെങ്കിൽ നോക്കുക. അവൻ ചെന്നു ചോദിച്ചു, രാജാവ് സമ്മതിച്ചോ ഇല്ലയോ? സമ്മതിച്ചു. പോകാമോ? പോവുക.
എപ്പോൾ തിരിച്ചു വരുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തുകൊണ്ടെന്നാൽ നെഹമ്യാവ് അത്ര വിശ്വസ്തനായ മനുഷ്യൻ ആകൊണ്ട് വീണ്ടും വരണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. എപ്പോൾ വരുമെന്ന് പറഞ്ഞു. ശരി, നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റെല്ലാം കൊടുത്തു. ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഞാൻ നിനക്ക് നൽകുകയാണ്. മാത്രമല്ല, നിനക്ക് ഗവർണർ പോസ്റ്റ് തരികയാണ്. അതുമാത്രമല്ല, നിനക്കാവശ്യമായ സുരക്ഷാ സൗകര്യങ്ങളും തരുന്നു. മാത്രമല്ല, നിന്നോടൊപ്പം സൈന്യത്തെയും ഞാൻ അയക്കുകയാണ്. നീ ചെന്നിട്ട് നീ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായും ചെയ്ത് തീർത്തിട്ട് വരിക. അത്ഭുതകരമല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒട്ടകത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അത് എവിടെയാണ് ജീവിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയാണത് ജീവിക്കേണ്ടതെന്നും എവിടെയാണ് യാത്ര ചെയ്യേണ്ടതെന്നും ഏത് അന്തരീക്ഷത്തിലാണത് ജീവിക്കേണ്ടത്, ആ കാലാവസ്ഥയിൽ ജീവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് മുന്നമേ അറിയാവുന്ന ദൈവം ഒട്ടകത്തെ മരുഭൂമിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അതുപോലെ നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിനറിയാം നീ എന്താണ് ഭാവിയിൽ ചെയ്യേണ്ടതെന്ന്. എങ്ങനെയുള്ള ജീവിതമാണ് നീ നയിക്കേണ്ടത്, എങ്ങനെ നീ എൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം, എങ്ങനെയാണ് നീ ദൈവവേല ചെയ്യേണ്ടത്, എങ്ങനെയാണ് നീ കുടുംബത്തെ പണിയേണ്ടത്, നിന്റെ മക്കൾ എന്ത് ചെയ്യണം, നിനക്ക് വരുവാനുള്ള പിൻതലമുറ എന്താണ് ചെയ്യേണ്ടത്, ഇവയെല്ലാം തന്നെ മുന്നമേ തന്നെ ദൈവം ആലോചിച്ച് വെക്കാനിടയായി. എന്നാൽ ഇന്ന് നിന്റെ ജീവിതം തകിടം മറിഞ്ഞിരിക്കുന്നുവെങ്കിലും ഈ ദിവസം നിന്റെ ജീവിതം വഴിപിടിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നീ എവിടെയോ വഴിതെറ്റിയിരിക്കുകയാണ്. എവിടെയോ നീ വഴുതി വീഴാനിടയായി. എവിടെയോ പിശാചിൻ്റെ മുൻപിൽ കീഴ്പ്പെട്ടു. അതുകൊണ്ട് മരുഭൂമിയിലായിരിക്കുന്ന ഒട്ടകവും ഒട്ടകത്തിൻ്റെ കുട്ടിയും ഇപ്പോൾ എവിടെയാണ്? സൂ പാർക്കിലായിരിക്കുന്നു. എവിടെയാണ്? 4 ചുവരുകളുടെ മധ്യയിൽ. അവിടെ ചെടിയുടെ തണ്ടൊക്കെയാണ് കൊടുക്കുന്നത്. ചുറ്റും വലിയ മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടും. അമ്മയെ, നമ്മൾ എന്തിനാണ് ഈ സൂ പാർക്കിൽ കിടക്കുന്നത്? അവരുടെ കയ്യിൽ നമ്മൾ അകപ്പെട്ടു പോയി. വിധിയല്ലാതെ എന്തു പറയാം? മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നീ പിടിക്കപ്പെട്ടിരിക്കുന്നുവോ? പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നുവോ? പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീണുപോയിരിക്കുന്നുവോ? പിശാചിൻ്റെ കയ്യിൽ പെട്ടുപോയിരിക്കുന്നുവോ? പിശാചിൻ്റെ മനുഷ്യരുടെ പ്രലോഭനങ്ങളിൽ നീ വീണുപോയിരിക്കുന്നുവോ? അതുകൊണ്ടാണോ നീ ഇന്ന് ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കാതിരിക്കുന്നത്? സന്തോഷത്തോടെ ഇരിക്കേണ്ടതായ രീതിയിൽ സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയാതിരിക്കുന്നത്? കർത്താവിൻ്റെ പൈതലായി വിശുദ്ധിയോടെ ജീവിക്കേണ്ടതായ ജീവിതം നിനക്ക് നയിക്കുവാൻ കഴിയാതിരിക്കുന്നത്? എങ്കിലും ശരി, നീ എത്രത്തോളം വഴിതെറ്റിപ്പോയാലും നശിച്ചുപോയാലും കർത്താവിനോട് നീ പ്രാർത്ഥിച്ചാൽ പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കുക മാത്രമല്ല, പുതിയൊരു ജീവിതത്തെ, പുതിയൊരു യാത്രയെ ദൈവം നിനക്ക് നൽകിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ അവൻ നിവർത്തിക്കുവാൻ ആഗ്രഹിച്ചതായ പദ്ധതികളെ നിശ്ചയമായിട്ടും പൂർത്തീകരിച്ച് നടത്തും. അങ്ങനെ ചെയ്യുവാനായിട്ട് എൻ്റെ കർത്താവ് മതിയായവനാണ്. എല്ലാ ശ്രമങ്ങളും നീ നടത്തിയല്ലോ. ഒരു പ്രാവശ്യം കർത്താവിനെ ഒന്ന് ആശ്രയിക്കുക. അതുകൊണ്ട് നെഹമ്യാവ് ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് യെരൂശലേമിലേക്ക് കടന്നുവരികയാണ്. ജനത്തെ എല്ലാവരെയും കൂട്ടിവരുത്തി, വരൂ നമുക്ക് മതിലുകൾ നിർമ്മിക്കാം. അങ്ങനെ എല്ലാവരെയും കൂട്ടിവരുത്തി നിർമ്മിച്ചപ്പോൾ ഏറ്റവും ആദ്യം ഏത് വാതിലാണ് അവർ നിർമ്മിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഉറക്കെ പറയുക. ആട്ടുവാതിൽ ഏറ്റവും ആദ്യം അവർ നിലനിർത്തി, അത് നിർമ്മിച്ചു. ആട്ടുവാതിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നൽകുന്ന രക്ഷയെ സൂചിപ്പിക്കുന്നു. കാരണം ആ ആട്ടുവാതിൽ എന്നുള്ള പേരെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, ആലയത്തിൽ ആടുകളെ ബലിയർപ്പിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആടുകളെ ബലിയർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ചെയ്തതായ തെറ്റുകൾക്ക് പകരമായിട്ട് അവർക്ക് വരേണ്ടിയിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെടുവാനായി അവരുടെ പേരിൽ ഒരു മൃഗം അവിടെ യാഗമാവുകയാണ്, ബലിയർപ്പിക്കപ്പെടുകയാണ്. ആ ആട്ടിൻകുട്ടി ഒഴുക്കുന്ന രക്തത്തിൽ കൂടി ഇവർക്ക് വരേണ്ടിയിരിക്കുന്ന ശിക്ഷ മാറിപ്പോകുന്നു. ആ ആട്ടിൻകുട്ടി ആരാണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ എന്താണ് കാണുന്നത്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരാണത്? കർത്താവായ യേശുക്രിസ്തു. ആ ആട്ടുവാതിൽ എന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ഞാനാണ് ആടുകൾക്ക് വാതിലെന്ന് യേശുക്രിസ്തു അരുളി ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ വാതിലും നമ്മുടെ ആത്മീയ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത് ആട്ടുവാതിൽ, അത് ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് യേശുക്രിസ്തു നൽകുന്ന രക്ഷയെയും അത് സൂചിപ്പിക്കുന്നു. ആ ആട്ടുവാതിൽക്കൽ കൂടി കടക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ആ ആട്ടുവാതിൽക്കൽ കൂടി കടന്നെങ്കിൽ മാത്രമേ പ്രായശ്ചിത്തം ചെയ്ത് നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. വിചിത്രം എന്താണെന്നറിയാമോ?
നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? നെഹമ്യാവ് 3-ന്റെ 1-ാമത്തെ വാക്യം. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. പറഞ്ഞല്ലോ, എത്ര വാതിലുകളുണ്ട്? 10 വാതിലുകളുണ്ട്. വാസ്തവത്തിൽ എത്ര എണ്ണമുള്ളത്? 12. എന്നാൽ പ്രധാനമായിട്ടും ഉപയോഗത്തിലിരിക്കുന്ന വാതിലുകൾ എത്രയാണ്? 10 വാതിലുകൾ. ഇപ്പോൾ നെഹമ്യാവിന് ഒരുപക്ഷേ ആ 10 വാതിലുകൾ നിർമ്മിക്കേണ്ടി വരികയാണെങ്കിൽ, നെഹമ്യാവ് അത് പണിയുകയാണെങ്കിൽ, എന്തുകൊണ്ട് ആട്ടുവാതിൽക്കൽ തിരഞ്ഞെടുക്കണം? വേറെ ഏതെങ്കിലും വാതിൽ തിരഞ്ഞെടുത്തുകൂടെ? ആട്ടുവാതിൽ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് ആരംഭിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുക. അവസാന വാക്യത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഏത് വാതിലിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? അവസാന വാക്ക് 32-ാം വാക്യം. കോണിങ്കലെ മാളികമുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു. പണി ഏത് വാതിലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ആട്ടുവാതിലിൽ നിന്ന്. ഏത് വാതിലിലാണ് പണി അവസാനിപ്പിക്കുന്നത്? പറയുക. ആട്ടുവാതിൽക്കലാണ്. ആട്ടുവാതിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് കാണുന്നത്? 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാം വാക്യം. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്താണ് ജീവിച്ചിരിക്കുന്നു? ഞാനായിരുന്നു ആരംഭം, ആൽഫ. ഞാനാണ് അവസാനമുള്ളവൻ, അന്ത്യൻ, ഒമേഗ. ആട്ടുവാതിൽക്കൽ നിന്നാണ് ആരംഭിക്കുന്നത്. സഹോദര സഹോദരി, കേൾക്കുന്നുണ്ടോ? നെഹമ്യാവിന്റെ പണി യേശുക്രിസ്തുവിലാണ് തുടങ്ങിയത്. അതുപോലെ അവന്റെ പ്രവൃത്തി യേശുവിൽ തന്നെയാണ് അവസാനിച്ചത്. ആട്ടുവാതിൽക്കലിൽ തന്നെ ആരംഭിച്ചു, ആട്ടുവാതിൽക്കലിൽ തന്നെ അവസാനിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഓരോ ദിവസത്തെയും യേശുവിൽ നിന്ന് ആരംഭിക്കാം എന്ന് പറഞ്ഞ ദൈവത്തോടൊപ്പം ആദ്യത്തെ നിമിഷങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ ഒരു വളരെ ശ്രേഷ്ഠമായതായ നിങ്ങളുടെ ജീവിതത്തെ മൂല്യം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രാർത്ഥനാ സമയത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവത്തോട് 1-ാമത്തെ നിമിഷം 4 മണി മുതൽ 5 മണി വരെയാകട്ടെ, 5 മണി മുതൽ 6 മണി വരെയാകട്ടെ, 6 മണി മുതൽ 7 മണി വരെയാകട്ടെ, 1 മണിക്കൂർ ദൈവത്തോടൊപ്പം ചിലവഴിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വൈകുന്നേരത്തും ദൈവത്തോടൊപ്പം 1 മണിക്കൂർ നമുക്ക് ചിലവഴിക്കാം. എല്ലാ ദിവസവും അങ്ങനെ നമുക്ക് തുടരാം. 7 മണി മുതൽ 8 മണി വരെയോ, 8 മണി മുതൽ 9 മണി വരെയോ, 9 മുതൽ 10 വരെയോ. ചില ആളുകൾ 10 മണിക്കായിരിക്കും വീട്ടിൽ വരുന്നത്, ജോലി ചെയ്ത് വരുന്നത്. അവർക്ക് വേണ്ടി 10 മണി മുതൽ 11 മണി വരെ. അന്ന് നെഹമ്യാവ് ഏത് രീതിയിലാണോ ആട്ടുവാതിൽക്കൽ ആരംഭിച്ച് ആട്ടുവാതിൽക്കൽ തന്നെ അവസാനിപ്പിച്ചത്? ആട്ടുവാതിൽക്കൽ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ആരംഭിക്കണം. അതുപോലെ അവനോടൊപ്പം നമ്മുടെ ദിവസത്തെ അവസാനിപ്പിക്കണം. രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ യേശുവിനോടൊപ്പം മുഴങ്കാലിലിരുന്ന് നമ്മുടെ ദിവസത്തെ ആരംഭിക്കണം. അതുപോലെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം. ഇത് ശീലമാക്കിയാൽ എത്ര നല്ലതാണ്. ഇന്ന് നമ്മുടെ മധ്യയിൽ ഇങ്ങനെ പറയുന്നവരുണ്ടോ? ദൈവത്തോടൊപ്പം ആദ്യ മണിക്കൂർ എനിക്ക് ചെലവഴിക്കാനായി കഴിയുന്നില്ല, ദൈവത്തോടൊപ്പം വൈകുന്നേര സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ കെട്ടിപ്പടുക്കുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ ആദ്യത്തെ മണിക്കൂർ ദൈവത്തിന് കൊടുക്കുക. വൈകുന്നേരം 1 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് దైవతిని కొడుకుగా మర్చిపోవద్దని ప్రభు పేరట మనం చేస్తున్నాను. രക്ഷക, ഞങ്ങളെ എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ അറിയുന്നുവല്ലോ. ഒരൊട്ടകത്തിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അത് മരുഭൂമിയിൽ നിവസിക്കുന്നുവെന്നും അതിന് മരുഭൂമിയിൽ പാർക്കേണ്ടതാണെന്നും അതിന് ചുമടുകൾ വഹിക്കേണ്ടതാണെന്നും അതിന് വലിയ ഭാരങ്ങൾ വഹിക്കേണ്ടതാണെന്നും ആഹാരത്തിന് ക്ഷാമമുണ്ടാകുമെന്നും അവിടെ വലിയ ചൂട് ആകുമെന്നും ഇതെല്ലാം ആദ്യം തന്നെ മനസ്സിലാക്കിയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അറിയാവുന്ന ദൈവം. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഞങ്ങൾ എവിടെയാണോ നിവസിക്കേണ്ടിയിരിക്കുന്നത്, എവിടെയാണോ ഞങ്ങൾ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നത്, ആരാണോ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കേണ്ടിയിരിക്കുന്നത്, എന്തെല്ലാം ജോലിയാണ് ഞങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത്, എത്ര കാലം ഞങ്ങൾ ജീവിക്കേണ്ടിയിരിക്കുന്നു, കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും എങ്ങനെയായിരിക്കണമെന്നെല്ലാം കർത്താവെ നീ ആദ്യം തന്നെ തീരുമാനിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ തീരുമാനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ.
നിന്റെ ഹിതപ്രകാരം സകലതും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒരുക്കി വയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഒരുക്കണമേ. ഞങ്ങളുടെ സഭയെ ആ രീതിയിൽ തന്നെ നടത്തണമേ. ഈ സഭ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ എത്രയോ സഭകൾ ഇനിയും സ്ഥാപിക്കണം. എവിടെയെല്ലാം സഭകൾ സ്ഥാപിക്കപ്പെടണം. ഈ സഭകൾ ഏതു രീതിയിലാണ് ലോകത്തിൽ സ്വാധീനം ചെലുത്തേണ്ടത്? എത്ര ആളുകൾ ഈ സഭയിൽ കൂടി രക്ഷിക്കപ്പെടണം? നീ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അത്രയും ആളുകൾ രക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി, അത്രത്തോളം ആളുകൾ വിടുവിക്കപ്പെടേണ്ടതിനു വേണ്ടി ഞങ്ങളുടെ സഭകൾ എവിടേക്കാണോ നിർമ്മിക്കപ്പെടേണ്ടത്, എവിടെയൊക്കെയാണോ സ്ഥാപിക്കപ്പെടേണ്ടത്, ഏതു രീതിയിലാണ് കർത്താവെ നശിച്ചു പോകുന്ന ജീവിതങ്ങളെ നന്നാക്കിയെടുക്കേണ്ടത്, അങ്ങനെ നിന്റെ ഹിതപ്രകാരം സകലത്തെയും നീ നിർവഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും നീ നിറവേറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെയും നീ തകർക്കണമേ എന്ന്, അവന്റെ കെണികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ എന്ന്, അവൻ കൊണ്ടുവരുന്ന സകല അനർത്ഥത്തെയും ഒഴിവാക്കണമേ എന്ന്, ഞങ്ങൾക്ക് പൂർണ്ണമായ വിജയത്തെയും പൂർണ്ണമായ സമാധാനത്തെയും കർത്താവേ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം നൽകണമേ. നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.